അവർ കിച്ചണിലെ പ്രോഗ്രാം കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ചമ്മന്തിപ്പൊടി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുളക് ആദ്യം നമുക്ക് വറുത്തെടുക്കാം. മുളക് ഞാൻ ഏകദേശം ഒരു 16 മുളകാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുളക് എടുക്കുമ്പോൾ നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് കൂട്ടിയെടുക്കാം, എരിവ് കുറവ് വേണമെങ്കിൽ അത് കുറയ്ക്കാം. അതൊക്കെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 16 വറ്റൽ മുളക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഇടുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്ത് എടുക്കാം. ഇത് വറുത്തത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് മുളക് മൂത്ത് വരുന്ന ഒരു മണം വരും. അപ്പോൾ നമുക്കിത് മാറ്റാം. മുളക് ആയതെടുത്തു. ഓരോന്നായിട്ട് വറുത്തെടുക്കണം നല്ലത്. എല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോൾ ഓരോന്നിനും ഓരോ മൂപ്പായിരിക്കും, അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് വേറെ വേറെ ഇട്ട്. ഈ 16 മുളകിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ വാങ്ങി വയ്ക്കാം. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉഴുന്നാണ് ഇടാനുള്ളത്. നമ്മൾ ഇനി വറുക്കാൻ പോകുന്നത് ഉഴുന്നുപരിപ്പോ അല്ലെങ്കിൽ ഉഴുന്നോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടാണ് വറുക്കേണ്ടത്. അത് നമ്മളിപ്പോൾ 1/2 കപ്പ് ഈ ഒരു അളവാണ് ഞാൻ കടലപ്പരിപ്പിന് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാകുമ്പം ഇതേ അളവ് തന്നെ നമ്മളിതിന് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് ആദ്യം ഒരു 1/2 കപ്പ് ഉഴുന്നും പിന്നെ അതിൻ്റെ പകുതി ഒരു അരയും കൂടെ ഇതിലിട്ടു. ഇതാണ് ഇതിൻ്റെ അളവ്. കടലപ്പരിപ്പ് 1 ആണെങ്കിൽ ഇത് ഒരു 1.5 എന്നുള്ള ഒരു അളവിൽ നമ്മളിത് വറുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉഴുന്നും കൂടെ നമുക്ക് കടലപ്പരിപ്പ് വറുത്തതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി ഇതിലേക്ക് ഇടാം. ഇനി എള്ള് ഓപ്ഷണലാണ്. എള്ള് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് മീൻസ് കൂടുതൽ കാലം നിൽക്കില്ല, അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി കുറേ കാലം നിൽക്കും, അങ്ങനെ കേട് വരികയില്ല. അതല്ല, എള്ള് ഇടുകയാണെങ്കിൽ ഒന്നുകിൽ പെട്ടെന്ന് എടുത്ത് തീർക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എള്ള് ഇടാതെയും വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. എള്ളിട്ടാൽ എള്ളിൻ്റെ ഒരു സ്വാദും കൂടെ ഉണ്ടാവും. അത് ഒരു 2 ടീസ്പൂണ് എള്ള് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഒന്നിങ്ങനെ പൊട്ടി വരും. ആ പൊട്ടി വരുമ്പോൾ നമുക്ക് അതും കൂടെ അതിൽ വാങ്ങിയിടാം. അത് എള്ള് വാങ്ങിക്കുന്ന സമയത്ത് വെളുത്ത എള്ള് മേടിക്കണം. പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് തീയൊന്ന് കുറച്ച് കൊടുത്താൽ മതി. എള്ളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വാങ്ങിയിടാം. അങ്ങനെ എല്ലാം വറുക്കാനുള്ളതൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ്. ഈ വറുത്ത ഇതെല്ലാം കായപ്പൊടിയും ഇട്ടു. ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അങ്ങനെ മിക്സിയിൽ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല മിനുസ പൊടിയായിട്ട് ഞാൻ നന്നായിട്ട് സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പൊടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ചിലവരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവാൻ മതി. ഇതുപോലെ എള്ളൊക്കെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ് ഈ ചമ്മന്തിപ്പൊടി.